സുജാതൻ, ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വളരെ ഗൗരവകരമായ ഒരു ലേഖനം കേരള കൗമുദി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അത് യോഗനാഥത്തിൻ്റെ മുഖപ്രസംഗം കൂടിയാണ്. വളരെ ശക്തമായ ഒരു താക്കീതായിട്ടാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ, എനിക്ക് തോന്നുന്നു, വളരെയധികം ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു ലേഖനമാണത്. വെള്ളാപ്പള്ളി സാറ് പറയണത് മുഴുവനും വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനേയും അദ്ദേഹം വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അഭിപ്രായം പറയുക. ആരെയും കൂസാക്കാറില്ല. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി വലിയ താല്പര്യങ്ങളൊന്നുമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറയും അദ്ദേഹം. അപ്പോൾ ഈ ലേഖനം ഇപ്പോൾ വന്നത് വളരെ ചിന്തനീയമല്ലേ ശരിക്കും? സന്ദർഭോചിതമാണ്. കാരണം അദ്ദേഹം വളരെ ആലോചിച്ച് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗമാണ്. ആ മുഖപ്രസംഗം കേരളകൗമുദിയിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് മാറാടും മലബാർ കലാപവും മറക്കാനാവില്ല, അത് മറക്കില്ല എന്നാണ്. അതാണ് അതിൻ്റെ ടൈറ്റിൽ. പക്ഷേ അതിൽ മറ്റ് കാര്യങ്ങളും മുസ്ലിം ലീഗിൻ്റെ ഇരട്ടത്താപ്പും അവർ ഒരു മതനിരപേക്ഷ കക്ഷിയാണെന്ന കോൺഗ്രസിൻ്റെ അവകാശവാദവും എല്ലാം വെള്ളാപ്പള്ളി പൊളിച്ചടുക്കിയിട്ടുണ്ട്. അദ്ദേഹം അത് മുഖ്യമായും ലീഗിൻ്റെ മതേതര സ്വഭാവം എന്ന് പറയുന്ന ഒരു പച്ച നുണയാണ്. ലീഗ് യഥാർത്ഥത്തിൽ മതനിരപേക്ഷ കക്ഷി ആകാൻ പേരുകൊണ്ട് അർഹതയില്ലാത്തതിനേക്കാൾ അവരുടെ പ്രവർത്തനം കൊണ്ട് തീരെയില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, പണ്ട് ഒരു മുസ്ലിം ലീഗിനെ പറ്റി ഒരു അനക്ഡോട്ട് ആരോ എഴുതിയിരുന്നു ഒരിക്കൽ. അവരുടെ ഒരു നേതാവ് പറയണയാണ്, ഞമ്മൻ്റെ കാറും പച്ച, ഞമ്മൻ്റെ കൊടിയും പച്ച, ശസ്യലതാദികളൊക്കെ പച്ച. ഇങ്ങനെയാണ് അവർ പറയുന്നത്. കേരളത്തിൻ്റെ നാളികേരത്തിൻ്റെ തെങ്ങിൻ്റെ ഓലയും പച്ച എന്ന് പറയുന്നത്. അപ്പം ഈ ലേഖനത്തിൽ മുഖ്യമായി ചർച്ച ചെയ്യുന്നത് ഈ പുതിയൊരു ഗവൺമെൻറ്, സതീശൻ ഗവൺമെൻറ് വരുമ്പോൾ അവർ നയങ്ങൾ രൂപീകരിക്കുന്നത് ലീഗായിരിക്കും, നിയമം ലീഗ് പറയുന്നതായിരിക്കും എന്ന അർത്ഥത്തിൽ ഈ വിജയത്തിൻ്റെ പിന്നാലെയുള്ള ആഹ്ലാദ പ്രകടനത്തിൽ, പ്രത്യേകിച്ചും സതീശനാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞ ശേഷം തൊടുപുഴ, വെള്ളമുണ്ട, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ ആഹ്ലാദ പ്രകടനം എന്ന പേരിൽ ലീഗിൻ്റെ അണികൾ നടത്തിയ പ്രകടനം അതിരുകടന്ന മുദ്രാവാക്യങ്ങൾ, അസഭ്യ മുദ്രാവാക്യങ്ങൾ, പ്രത്യേകിച്ചും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്കുമെതിരെ അതിരൂക്ഷവും അപലപനീയവും ജുഗുപ്സാവകവുമായ തെറിയഭിഷേകം ഒക്കെ കലർന്ന വാക്കുകൾ, അസഭ്യ വാക്കുകൾ കലർത്തി മുദ്രാവാക്യം പിടിച്ചു. ടിപ്പിക്കൽ ജിഹാദി സ്റ്റൈൽ. അതെ, അതിപ്പോൾ തൊടുപുഴയിലെ കമ്മിറ്റിയെ അതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടു എന്ന് ലീഗ് അവകാശപ്പെടുന്നുണ്ട്. അതിനെ സസ്പെൻഡ് ചെയ്തു എന്ന്. അപ്പം തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാൽ ന്യൂമാൻ കോളേജിലെ ജോസഫ് എന്ന അധ്യാപകൻ്റെ കൈവെട്ടിയ സ്ഥലമാണത്. അവിടെ അത് എന്തിനായിരുന്നു എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം തീവ്രവാദി മുസ്ലിംസിന് വലിയ സ്വാധീനമുള്ള ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു പ്രകടനം രണ്ട് സമുദായ നേതാക്കൾക്കെതിരെ പേരെടുത്ത് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യവുമായി പ്രകടനം നടത്തിയവർ, അതിനകത്ത് ആഹ്ലാദമല്ല, ഇത് ആഹ്ലാദ പ്രകടനം എന്ന പേരിൽ ഇവരെ രണ്ടുപേരെയും ആക്ഷേപിക്കുവാനുള്ള ഒരു പ്രകടനമായിരുന്നു അവർ നടത്തിയത്. യഥാർത്ഥത്തിൽ കൊലവിളിയാണ്. പല ദൃക്സാക്ഷികളും പറയും. അത് ആലപ്പുഴയിലെ കുന്തിരിക്ക ജാഥ പോലെ ആയില്ല എന്നേ ഉള്ളൂ. വെള്ളമുണ്ടയിലും സമാനമായിരുന്നു. വെള്ളമുണ്ടയിലും മുഖ്യമായും ഈ രണ്ട് നേതാക്കൾക്കുമെതിരെ, പ്രത്യേകിച്ച് അവിടെ കൂടുതൽ വെള്ളാപ്പള്ളിക്കെതിരെയാണ് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞത്. വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ചു വെള്ളമുണ്ടയിൽ. അപ്പോൾ വെള്ളമുണ്ട, സുൽത്താൻ ബത്തേരി ഏരിയയിലൊക്കെ വെള്ളാപ്പള്ളിക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. യോഗം പ്രവർത്തകരും
BDJS പ്രവർത്തകരും ഒക്കെ ധാരാളമുള്ള സ്ഥലങ്ങളാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. മുസ്ലിം ലീഗിനെ എതിർക്കുന്ന അതേ ഗൗരവത്തോടുകൂടി അദ്ദേഹം പറയുന്നത്, എനിക്ക് മുസ്ലിങ്ങളോടൊരു വിരോധമില്ല, ഇല്ല, പക്ഷെ ഞാൻ എതിർക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെയാണ്. അത് ഈ ലേഖനത്തിൽ അത് എത്രയോ അങ്ങനെ തവണ അദ്ദേഹം അത് ആ പറയുന്നുണ്ടെന്നറിയാമോ? ഒരു മുസ്ലിം സമുദായത്തെയോ ആ മതത്തെയോ അല്ല ഞാൻ എതിർക്കുന്നത്. ഞാൻ എതിർക്കുന്നത് ലീഗിൻ്റെ ഇരട്ടത്താപ്പിനെയും ലീഗിൻ്റെ നയങ്ങളെയും അവരുടെ സമീപനത്തെയുമാണ്. പിന്നെ മാത്രമല്ല, വെള്ളാപ്പള്ളി പറയാത്തൊരു കാര്യമുണ്ട്. ഇന്ന് പിന്നെ എക്കണോമിക്സ് ടൈം ഐ മീൻ മറ്റേ ഇക്കണോമിക് ടൈംസ്, എക്കണോമിക്സ് ടൈംസിൽ യിൽ ഒരു ലേഖനമുണ്ട്. കേരളം തീവ്രവാദികളുടെ സങ്കേതം. കേരളത്തിലെ മുസ്ലിം ലീഗ് തീവ്രവാദവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ തീവ്രവാദ പ്രവർത്തനത്തിന് വൻതോതിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതെ, നിരോധിക്കപ്പെട്ട PFIയുടെ അനുയായികൾ പച്ചക്കൊടിയും പിടിച്ച് ലീഗായി മാറിക്കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഈ തൊടുപുഴയും വെള്ളമുണ്ടയും ഒക്കെ നടത്തിയ പ്രകടനത്തിൻ്റെ പിന്നിൽ ആ ശക്തിയാണുള്ളത് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇവരാണ് സതീശൻ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ തീരുമാനിക്കാൻ പോകുന്നതെങ്കിൽ അതീവ ഗുരുതരമാണ് സ്ഥിതിവിശേഷം. ഇവർ തന്നെയായിരിക്കും അവരുടെ നയങ്ങൾ സ്വീകരിക്കുക, അതിപ്പോൾ തീരുമാനിക്കുക, അതൊരു യാതൊരു സംശയമില്ല. അല്ല, വകുപ്പ് വിഭജനം കൂടെ വരുമ്പോൾ നമുക്കറിയാം 5 മന്ത്രിമാർ ഇപ്പോൾ ലീഗിനുണ്ട്. ഏതായാലും മേജർ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉള്ള ആളുകൾ മേജർ വകുപ്പുകൾ ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ വകുപ്പിലും മന്ത്രി സഭയിലും മന്ത്രി സ്ഥാനങ്ങൾക്ക് ഉപരിയായിട്ട് എല്ലാ മന്ത്രിമാരുടെയും പോളിസി ലീഗ് തന്നെ തീരുമാനിക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ മാറാടും ഞങ്ങൾ മറന്നിട്ടില്ല. അതുപോലെ 1921 മലബാർ കലാപവും മറക്കാനാവില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ ലേഖനത്തിൻ്റെ ചുരുക്കം. ഇതിന് നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. കാരണം 1921 എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ ഹിന്ദു വംശീയ ഹത്യയാണ്. അതെ അതെ. അത് ഇവരെത്രമാത്രം സിനിമയും നാടകമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും ശരി, നമുക്ക് സത്യമായി അവശേഷിക്കും. മഹാകവി കുമാരനാശാൻ തന്നെ ദുരവസ്ഥയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉടനെ ഇപ്പം അവർക്ക് ഈ മതേതരന്മാർക്ക് കുമാരനാശാൻ ഇപ്പോൾ സ്വീകാര്യനല്ല. ഇപ്പം അദ്ദേഹം സംഘപരിവാറിൻ്റെ ആളായിട്ട് മാറിയിരിക്കുകയാണ്. മാറാട് മറ്റൊരു ഹിന്ദു വംശീയ ഹത്യയല്ലേ നടന്നത്. അവരെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് അന്നൊരു കേന്ദ്രമന്ത്രിയായിരുന്നു. അയാൾ മറ്റേ പോലീസുകാർ വന്നപ്പോൾ ഒരു മദ്രസയല്ലല്ലോ, ഒരു മോസ്കിനുള്ളിൽ മുമ്പിൽ വന്നൊന്ന് ധൈര്യമുണ്ട് കേരള എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു എന്നാണ് പറയണത്. എളുപ്പില്ല നമ്മുടെ കൂടെ. അത് വെള്ളാപ്പള്ളിയുടെ ഈ ലേഖനത്തിൽ പിന്നെ മാറാടും മലബാർ കലാപവും മറക്കാനാവില്ല എന്ന ലേഖനത്തിൽ അദ്ദേഹം ഈ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ മാറാട് കലാപത്തിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അത് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല എന്ന് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, മലബാർ കലാപം 1921 മലബാർ കലാപം പിന്നെ തുടങ്ങിയത് എന്തിൻ്റെ പേരിലായാൽ പോലും അത് നമ്മുടെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ അല്ല. ഒട്ടോമാൻ സാമ്രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട്, ടർക്കിയിലെ ഒട്ടോമാൻ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ട് അത് എൻ്റെ പേരിൽ നടന്ന കുമാർ പറഞ്ഞതുപോലെ വംശഹത്യയായിരുന്നു. ഹിന്ദുക്കളെ ഒറ്റ തിരിഞ്ഞ് തകർത്ത് കൂട്ടമായി കൊല ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു കുമാരനാശാൻ. അതെ അതെ. അദ്ദേഹം ആ ദൃക്സാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മലബാറിൽ ഇതിന് ശേഷം ദീർഘമായി യാത്ര ചെയ്തിട്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് ദുരവസ്ഥ എഴുതിയത്. അതും ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ആളുകളൊക്കെ അതിനെക്കുറിച്ച് പിന്നീട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. മൂർക്കോത്ത് കുമാരനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ മൂർക്കോത്ത് കുമാരൻ അന്നൊരു ജേർണലിസ്റ്റാണ്. ഹിന്ദുവിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തലശ്ശേരി ബേസ്ഡ് ഒരു ജേർണലിസ്റ്റ്. അവർ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്നു. മൂർക്കോത്ത് ഫാമിലി, മൂർക്കോത്ത് കുമാരൻ, അദ്ദേഹത്തിൻ്റെ മകൻ മൂർക്കോത്ത് രാമുണ്ണി ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം പഠിച്ചിരുന്ന സമയത്ത് വലിയൊരു ക്രിക്കറ്റ് കളിക്കാരനൊക്കെ ആയിരുന്നു അദ്ദേഹം, മൂർക്കോത്ത് രാമുണ്ണി. പിന്നെ ആ ഫാമിലി, മൂർക്കോത്ത് ശ്രീനിവാസൻ, മൂർക്കോത്ത് കുഞ്ഞപ്പ, ഇവരൊക്കെ മലബാറിലെ ഒരു കൾച്ചറൽ സാഴ്സ് എന്ന് പറയാം. മൂർക്കോത്ത് കുഞ്ഞപ്പ മലയാള മനോരമയിലുണ്ടായിരുന്നു. ഓക്കെ. മൂർക്കോത്ത് ശ്രീനിവാസൻ കേരളഹൂതിയിലുണ്ടായിരുന്നു. തലശ്ശേരി ലേഖകനായിരുന്നു അദ്ദേഹമൊക്കെ. അപ്പോൾ ഈ
ഈ ദൃക്സാക്ഷി വിവരണം കൂടി കേട്ട അനുഭവത്തിലാണ് അദ്ദേഹം ദുരവസ്ഥ എന്ന കാവ്യം എഴുതിയത്. ഓക്കെ. ദുരവസ്ഥയുടെ ഇതിവൃത്തം വളരെ പ്രസിദ്ധമാണ്, നമുക്കറിയാം. അപ്പം മലബാറിൽ നിന്ന് ഈ കലാപകാലത്ത് ഭയന്ന് ഓടിയെത്തിയ സാവിത്രി എന്ന് പറയുന്ന ഒരു അന്തർജന ഒരു പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ചാത്തൻ പുലയൻ്റെ പിന്നെ കുടിലിൽ അഭയം തേടി അയാളെ ഭർത്താവായി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു ആഹ്വാനത്തിൻ്റെയൊക്കെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യ സ്വഭാവം കൂടി കവിതയ്ക്കുണ്ട്. ആശാൻ്റെ ഇതര കവിതകളെ അപേക്ഷിച്ച് ഇതിന് കുറച്ചും കൂടെ പ്രകടനപരത കൂടുതലാണെന്നും അതുകൊണ്ട് ഇതൊരു ലക്ഷണയുക്തമായ കാവ്യമാണെന്ന് അദ്ദേഹത്തിന് അവകാശമില്ലെന്നൊക്കെ ഇതിൻ്റെ മുഖവരിയിൽ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഏതായാലും ആ കവിതയുടെ പേരിൽ ജീവത്യാഗം വേണ്ടി വന്ന ആളാണ്. അതെ അതെ, ഞാൻ സുജാതൻ്റെ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട് നമ്മുടെ സാഹിത്യ വിമർശത്തിൽ. കുമാരനാശാൻ യാത്ര ചെയ്ത റെഡീമർ എന്ന് പറയുന്ന ബോട്ട് ദുരൂഹ സാഹചര്യങ്ങളിലാണ് പല്ലനയാറ്റിൽ വെച്ച് മറിഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം കിടന്നിരുന്ന അദ്ദേഹത്തിന്റെ ക്യാബിൻ പുറത്തു നിന്നും പൂട്ടിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തേക്ക് പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. അതിന് മുമ്പ് അദ്ദേഹത്തിനെ വധിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അദ്ദേഹത്തിന് തിരുവിതാംകൂർ പിന്നെ രാജവംശം പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരുന്നു. ആ പോലീസ് പ്രൊട്ടക്ഷൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ നിർബന്ധം കൊണ്ട് പിൻവലിച്ചതിൻ്റെ 3-ാമത്തെ ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നുള്ള കാര്യത്തിന് അന്ന് ചെറിയാൻ കമ്മിറ്റി അന്നത്തെ ജഡ്ജിയായിരുന്നു തിരുവിതാംകൂർ ഹൈക്കോർട്ടിലെ ജഡ്ജിയായിരുന്ന ചെറിയാൻ കമ്മിറ്റി അന്വേഷിക്കുന്നുണ്ട്. 3-അംഗ കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റിയുടെ ഫൈൻഡിങ്ങിലും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സാഹചര്യം പിന്നെ ഈ സംശയാസ്പദമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് വളരെ ദീർഘമായ അതിപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് തിരുവിതാംകൂർ സർക്കാർ അന്ന് കോൺഫിഡൻഷ്യൽ ഫയലിലാക്കിയിരുന്നു. 50 വർഷം കഴിഞ്ഞപ്പോൾ ഈയിടെ അത് പുറത്തു വന്നു. അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവുമോ ഇപ്പോൾ? ഇല്ല, അത് പിന്നെ കേസരി പത്രം, കേസരി വാരിക ഈ ചെറിയ കമ്മിറ്റി റിപ്പോർട്ട് ഏറെക്കുറെ പബ്ലിഷ് ചെയ്തിരുന്നു. ഓക്കെ. ഇതിപ്പോൾ പ്രശ്നം എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും പാണക്കാട്ടേക്ക് മാറ്റേണ്ടി വരും. അല്ല, പല കാര്യങ്ങളുണ്ട്. പിന്നെ മലപ്പുറം ജില്ലാ വിഭജനം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പഴയൊരു ആവശ്യമാണ്. ഈ അടുത്ത കാലത്ത് ആ ആവശ്യം കൂടുതൽ അവർ ഉച്ചത്തിൽ ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജില്ലാ വിഭജനത്തിന് പല ന്യായങ്ങളും പറയുന്നുണ്ട്. പോപ്പുലേഷൻ്റെ ഏകദേശം 45 ലക്ഷത്തോളം ഉണ്ട് മലപ്പുറത്തെ. എറണാകുളം ജില്ലയെ അതുപോലെ വിഭജിക്കണം എന്ന് പറയുന്നുണ്ട്. മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു പ്രത്യേക കാലക്രമേണ ഒരു പ്രത്യേക മലബാർ സംസ്ഥാനവും വരുന്നു തോന്നുന്നുണ്ട്. ഏതായാലും ഈ ലേഖനം, വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ലേഖനം വളരെ സമയോചിതമാണ്, ഗവൺമെന്റിന് ഒരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.